നമസ്കാരം. കേരള വിഷൻ്റെ നാട്ടുപോരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താനൂർ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. താനൂർ മണ്ഡലം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ UDFൻ്റെ ഒരു സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു. എന്നാൽ 2017 തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് LDF ഇവിടെ ഭരണത്തിലെത്തുന്നത്. LDFനാണ് ആ തവണ ഇവിടെ വിജയിക്കാൻ സാധിച്ചത്. അതിനുശേഷം നടന്ന 2021 തിരഞ്ഞെടുപ്പിലും LDF വിജയം ആവർത്തിക്കുകയുണ്ടായത്. ഇപ്പോൾ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. ഈ താനൂരിൻ്റെ മനസ്സെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ഇവിടെ പ്രതിനിധികളായിട്ട് ഓരോ എത്തിയിട്ടുള്ളത് LDFൻ്റെ പ്രതിനിധിയായിട്ട് N ആദിലാണ്. UDFൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഉബൈദ് കുണ്ടുങ്ങൽ, NDAയുടെ പ്രതിനിധി പ്രിയേഷ്. ഇങ്ങനെ 3 പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. 3 പേരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ ഇവിടെ എത്തിയിട്ടുള്ള ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടർമാരും നമ്മുടെ പ്രേക്ഷകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മളിവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഹാട്രിക് വിജയം നേടാൻ വേണ്ടിയിട്ടാണ് LDF എന്നാണ് തോന്നുന്നു, അല്ലേ? ആ ഒരു മത്സരത്തിലേക്കാണ് പോകുന്നത്. ഇതുവരെയുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ് LDFന് ഈ വീണ്ടും ഈ ഭരണത്തിലേക്ക് തുടർ ഭരണം വീണ്ടും നിലപ്പിക്കാൻ തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാകെ താന്നൂരിലും അതുപോലെ തന്നെ കേരളത്തിലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തെ സംസ്ഥാനത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും താന്നൂരിൻ്റെ മണ്ണിൽ 60 വർഷക്കാലത്തെ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യത്തെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി 2016 V. അബ്ദുറഹ്മാൻ താന്നൂരിൻ്റെ മണ്ണിൽ നിന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ 10 വർഷക്കാലം താന്നൂരിൻ്റെ മണ്ണിൽ 2130 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ജനങ്ങളോട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് അവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ ജനങ്ങൾക്ക് അനുഭവേദ്യമായ കാര്യങ്ങളാണ് താന്നൂരിൻ്റെ മണ്ണിൽ വികസനം നടന്നതും കേരളത്തിനകത്തെ ഗവൺമെൻറ്റിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളുമെല്ലാം. ഈ വികസനങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ മൂന്നാമതും താന്നൂരിൻ്റെ മണ്ണിലും കേരളത്തിലും ഭരണത്തിൻ്റെ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. വളരെ ആത്മവിശ്വാസത്തിലാണ് LDF. അപ്പോൾ UDFന് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഒരു പ്രചാരണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലും താനൂരിലും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. സാധാരണക്കാരുടെ ജീവൽ പ്രശ്നങ്ങളിൽ, വിശിഷ്യ വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ദേശാഭിമാനി പത്രം 10 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ ഏറ്റെടുത്തപ്പോൾ അവർ എഴുതി വെച്ചത് 5 വർഷക്കാലം വില കൂടില്ല എന്നാണ്. വെളിച്ചെണ്ണയുടെ വില 400 രൂപയായത് ഈ കഴിഞ്ഞ ഓണത്തിന് പോലും മര്യാദയ്ക്ക് ഓണം ആഘോഷിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മലയാളികളെ തള്ളിവിടുകയുണ്ടായി. എല്ലാ മേഖലയും തകർത്തു. കാർഷിക രംഗം തകർന്നു. വനമേഖലയിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ആന ചവിട്ടി മരിച്ചു വീഴുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ കിട്ടുന്നില്ല. മര്യാദയ്ക്ക് ട്രോളിംഗ് നടക്കുമ്പോൾ റേഷൻ വിഹിതം ഇവിടെ കിട്ടുന്നില്ല. താനൂരിൽ പറയപ്പെട്ട 10 വർഷത്തെ നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഏത് പുതിയ പദ്ധതിയാണ് ഇവർക്ക് ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഹാർബറിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഹാർബറിൽ ആകെ ഇടതുപക്ഷം ചെയ്തു വെച്ചത് അവിടെ ഒരു ടോൾ പ്ലാസ തുടങ്ങി എന്നുള്ളതാണ്. തൂവൽ തീരം അനാഥമായി കിടക്കുന്നു. കനോലി കനാൽ അനാഥമായി കിടക്കുന്നു. റെയിൽവേ മന്ത്രിയായിട്ട് കൂടി താന്നാളൂർ ഗ്രാമപഞ്ചായത്തിലെ വട്ടത്താണിലെ 20,000-ലധികം ആളുകൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നമായ വട്ടത്താണി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് തേടിയവർ ആ മേൽപ്പാലം കാണിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഉമ്മൈത്താനകത്ത് കുഞ്ഞിക്കാദർ സാഹിബിൻ്റെ സ്മാരകം ഇവിടെ പറഞ്ഞിരുന്നു. ആ സ്മാരകം എവിടെയാണ്? മൾട്ടിപ്ലക്സ് തിയേറ്റർ എവിടെയാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ താനൂരിലെ ആളുകൾക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അതിൻ്റെ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. LDFന് ഇവിടെ ഒരു ആത്മവിശ്വാസമുണ്ട്. UDF ആണെങ്കിൽ ഒരുപാട് ഭരണത്തിൻ്റെ ഭരണവിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. എന്താണ് NDAക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയാനുള്ളത്? NDAക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ 60 വർഷം UDFൻ്റെയും 10 വർഷം LDFൻ്റെയും ഭരണം ഈ നാടിനെ കണ്ടാൽ അറിയാം അവരുണ്ടാക്കിയ വികസനം എന്താണെന്ന്. ഏറെയൊന്നും ഘോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം 10 വർഷത്തിലേറെയായി കേന്ദ്രത്തിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടുണ്ടാകുന്ന വികസനമാണ് കേരളത്തിലും എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ തവണത്തെ താനൂരിൻ്റെ വിധി NDAക്ക് അനുകൂലമായിരിക്കും. ഓക്കെ, നമ്മൾ ഈ ഇതുവരെയുള്ള ഭരണം ഇപ്പോൾ 2 ടേമിലാണ് ഇപ്പോൾ LDF ഗവൺമെൻറ് ഇവിടെ ഭരണത്തിലിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു ഹാട്രിക്, അതായത് വീണ്ടും ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. എന്തായിരിക്കും ഈ ഭരണത്തിനെ പറ്റിയുള്ള വിലയിരുത്തൽ എന്താണ് LDFൻ്റെ?
വികസന പ്രവർത്തനങ്ങളിൽ? നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ താനൂരിൽ കേരള സർക്കാരിൻ്റെ കാര്യങ്ങളെടുത്ത് കഴിഞ്ഞാൽ എല്ലാ മേഖലയും അവർ തകർത്തു. ആരോഗ്യ മേഖല, നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഒരു മരുന്ന് കൊടുക്കാൻ അവർക്ക് വയ്യ. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തത് മൂലം ശസ്ത്രക്രിയ മുടങ്ങി. വയറ്റിൽ കത്രി കുടുങ്ങിയതിൻ്റെ പേരിൽ 2 സഹോദരിമാർ ആലപ്പുഴയിലും അതുപോലെ തന്നെ കോഴിക്കോടും അവർ വലിയ സമരത്തിലായിരുന്നു. ആരോഗ്യമേഖല, പോലീസ് ഇവിടെ വലിയ ആഭ്യന്തര വകുപ്പ് തകർന്നിരിക്കുകയാണ്. ഈ താനൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കഴിഞ്ഞ 5 വർഷം 4 തവണയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. മലപ്പുറം ജില്ലയിൽ ക്രിമിനൽ വൽക്കരിക്കാൻ വേണ്ടി SP സുജിത് ദാസിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സമരം നടന്നു ഇവിടെ. ആ സമരത്തിൻ്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിലേക്ക് 4 തവണയാണ് ഞങ്ങൾ മാർച്ച് നടത്തിയത്. ഇവിടുത്തെ ജനപ്രതിനിധി, ജില്ലയിലെ ജനപ്രതിനിധി, താനൂരിൻ്റെ MLA ഒരു അക്ഷരം മിണ്ടിയില്ല. കസ്റ്റഡി കൊല ഇവിടെ നടന്നു. ഇവിടുത്തെ ജനപ്രതിനിധി മൗനമായിരുന്നു. ഇവിടെ തൂവൽ തീരത്ത് ബോട്ട് ദുരന്തമുണ്ടായപ്പോൾ അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ആ ബോട്ടിന് ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് ആരാണ് അനുമതി കൊടുത്തത്? അവസാനമായി താനൂരിലെ CPM-ന്റെ നേതാവിൻ്റെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള ഒരു കത്ത് ഇവിടെ കൊടുക്കുകയുണ്ടായി. എത്ര വിരോധാഭാസമാണ് ഈ 5 കൊല്ലം അല്ലെങ്കിൽ ഈ 10 വർഷക്കാലം ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടുത്തെ MLA അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ ചെയ്തത്? ഇവിടുത്തെ വരേണ്യവർഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളതെന്നാണ് ഈ 22 പേര് താനൂരിന്റെ തൂവൽ തീരത്ത് മരിച്ചു വീണത് തെളിവായി നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. എന്താണ് ഇത്രയും കാര്യങ്ങളിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സർവ്വ മേഖലയിലും പരാജയമാണെന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. സർവ്വ മേഖലയിലും പരാജയമാണെന്ന് ഇവിടുത്തെ ലീഗര് മാത്രമേ പറയുള്ളൂ. കാരണം 60 വർഷം കിട്ടിയിട്ട് ഒന്നും ചെയ്യാത്തവരാണ് ഇപ്പൊ 10 വർഷത്തെ കണ്ണുനീരുമായിട്ട് താനൂരിന്റെ മണ്ണിൽ ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, താനൂരിന്റെ മണ്ണിൽ ഇപ്പോൾ താനൂർ പറയുന്നത് ഒരു തീരദേശ മേഖലയാണ്. പണ്ട് പോർച്ചുഗീസുകാരുടെ അധിനിവേശ കാലത്ത് അവരുടെ താവളമായി നിന്നിരുന്ന മലബാറിന്റെ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള ഒരു പ്രദേശമാണ് താനൂർ. ആ താനൂരിന്റെ മണ്ണിലെ മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്ന ഹാർബർ 60 വർഷം കിട്ടിയിട്ടും അതിനൊരു കല്ലിട്ട് വെക്കാൻ കഴിയാത്തവരാണ് താനൂരിലെ ലീഗുകാർ. ആരൊക്കെയാണ് ഇവിടുത്തെ MLA-മാരായിരുന്നത്? കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ ആരാധ്യനായ CH മുഹമ്മദ് കോയ സാഹിബ്, E അഹമ്മദ് സാഹിബ്, നമ്മളൊക്കെ ആദരിക്കുന്ന ബാഫക്കി തങ്ങൾ, അതുപോലെ തന്നെ PK അബ്ദുറബ്, കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ്, കേരളത്തിന്റെ മന്ത്രിസ്ഥാനങ്ങളിൽ ഇരുന്നവരാണ് താനൂരിൽ നിന്നും MLA ആയത്. ചെറിയ ആളുകളല്ല. പിന്നെ 10 വർഷക്കാലം രണ്ടത്താണി സാഹിബ്. ആ ഹാർബറിന് വേണ്ടി ഒരു കല്ലിടാൻ കഴിയാത്തവരാണ്. ഹാർബറിന് വേണ്ടി ഒരു കല്ല് പോലും ഈ ഡയസിൽ വന്ന് വളരെ പച്ചയായി നുണ പറയാൻ കഴിയുക എന്നുള്ളതാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം സ്വീകരിച്ചുള്ളത്. ആനയെ ആടാക്കാനും ആടിനെ പട്ടിയാക്കാനും എല്ലാ കാലത്തും ഇടതുപക്ഷം ശ്രമിക്കാറുണ്ട്. ഹാർബറിന്റെ തറക്കല്ലിടൽ കർമ്മം നടത്തിയത് അബ്ദുറഹ്മാൻ രണ്ടത്താണി താനൂരിന്റെ MLA ആയിരിക്കുമ്പോഴാണെന്ന് ആർക്കാണ് അറിയാത്തത്? അതിന്റെ തെളിവൊന്ന് പറയാൻ, നിങ്ങളാണ് അത് നടത്തിയത് എന്നുള്ള തെളിവ് പറയാൻ ഞാൻ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ താനൂരിന്റെ മണ്ണിലെ ജനങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാം. താനൂരിലെ ജനങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാം ആരുടെ കാലത്താണ് ഈ ഹാർബറിന്റെ പണി ഇത്രയൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ളത്. 60 വർഷം കിട്ടിയിട്ട് എന്താണ് ചെയ്തത്? ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം അവരുടെ ആളോട് പറഞ്ഞു പൊന്നാനി ഹാർബറിനെയാണ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. പൊന്നാനിലെ ഇടതുപക്ഷത്തിന്റെ MLA-മാരാണ് കഴിഞ്ഞ 20 വർഷമായിട്ട് അവിടെ ഉൾപ്പെടെ ഹാർബർ കൃത്യസമയത്ത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. 60 വർഷം കിട്ടിയിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇവർക്ക്. അതാണ് ഈ താനൂരിലെ ജനങ്ങൾ 2016 ലീഗിനെ അട്ടത്തിരുത്താൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്നത് ഈ V അബ്ദുറഹ്മാന്റെ കാലത്താണ്. അപ്പൊ അത്തരത്തിൽ ഇന്നിപ്പോ ഹാർബറിലേക്ക് നിങ്ങൾ പോയി നോക്കൂ. ഈ കണ്ട വികസനമൊക്കെ ഉണ്ടായത് ആരുടെ കാലത്താ? 60 കൊല്ലത്താണ്. മുസ്ലിം ലീഗിന്റെ 60 വർഷത്തിലാണ് ഈ വികസനം ഉണ്ടായത്. അങ്ങനെ നിങ്ങൾ നോക്കൂ, ഈ ഹാർബറിൽ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തത് മുസ്ലിം ലീഗിന്റെ 60 വർഷക്കാലത്താണോ? നിങ്ങളിപ്പോ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കണക്ക് പറഞ്ഞിട്ടാണ് വരുന്നത്. 60 കൊല്ലത്തെ കണക്ക് നിങ്ങൾ പറയും. 60 കൊല്ലം നിങ്ങൾ എന്താണ് ഈ താനൂരിൽ ചെയ്തത്? അതാണ് ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം. എന്താണ് NDA-ക്ക് ഈ 2 വിഷയത്തിന്റെ മുകളിൽ, ഹാർബറിന്റെ വിഷയത്തിന്റെ മുകളിൽ? ഹാർബർ വിഷയങ്ങളും ഒപ്പം തന്നെ മറ്റു ജനവിഷയങ്ങളിൽ നിന്നും ഇവരെ ഒളിച്ചോടുകയാണ്. ഒരു ഹാർബറിന്റെ പേര് പറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന ഏറ്റവും കൂടുതൽ നൽകിയ നമ്മുടെ താനൂർ മുനിസിപ്പാലിറ്റിയാണ്. പക്ഷേ പുതിയൊരു ഭരണത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഇന്നത്തെ പിണറായി സർക്കാർ ഈ പദ്ധതിയുമായി കരാറിൽ ഒപ്പിടാത്തത് കാരണം ഒരുപാട് പാവപ്പെട്ടവർ ഇവിടെ ഒരു വഴിയാധാരായിരിക്കുകയാണ്. ഒപ്പം തന്നെ 70 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് കിട്ടുന്ന ക്ഷേമ പദ്ധതികൾ ഈ സംസ്ഥാന സർക്കാർ ആ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല. ഒപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ അതിലും ഇവർ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇങ്ങനെ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഇവർ മാറി മാറി നിന്ന് കുടപിടിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇടതും വലതുമായി മുന്നോട്ട്. ക്ഷേമനിധി പ്രവർത്തനങ്ങൾ, കേന്ദ്ര ഗവൺമെന്റ് ക്ഷേമനിധി പ്രവർത്തനങ്ങളെ നിങ്ങൾ അതിനോട് യോജിക്കുന്നില്ല എന്നുള്ളത് പറയുന്നത്. കേരളം ഇന്ത്യയിൽ എല്ലാ രംഗത്തും ഒന്നാമതാണ്. ഇപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ 1-ാം സ്ഥാനത്താണ്. ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ 1-ാം സ്ഥാനത്താണ്.
സാക്ഷരതകളുടെ രംഗത്തിൽ 1-ാം സ്ഥാനത്താണ്. ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന മേഖലയിൽ 1-ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയ ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനം അത് ഈ കേരളമാണ്. 5.5 ലക്ഷം കുടുംബങ്ങൾക്കാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഈ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇവിടെ BJPയുടെ സുഹൃത്ത് പറഞ്ഞു, അവർ ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പ് ഇപ്പൊ അടുത്താണ് കഴിഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ ചാനലിൽ കണ്ട ദൃശ്യം എന്താണ്? പ്രധാനമന്ത്രി ഭവന നിർമ്മാണ യോജന എന്ന് പറഞ്ഞ് ഒരു വീടിന്റെ മുന്നിൽ ഒരു കല്ലിടുക എന്നല്ലാതെ എത്ര രൂപയാണ് പ്രധാനമന്ത്രി ഭവന നിർമ്മാണ യോജനയ്ക്ക് ഇവർ നൽകുന്നത്? ഇവിടെ ലൈഫ് ഭവനത്തിലൂടെ ഭൂരഹിതർക്കും ഭവനരഹിതർക്കും നിരവധി ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഇപ്പൊ താന്നൂർ മണ്ഡലത്തിലാണ്, ഉണ്ണിയാൽ പ്രദേശത്താണ് പുനർഗേഹം എന്ന് പറയുന്ന രീതിയിൽ 16 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കാണ് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി പരിധിയിൽ പുനർഗേഹം പദ്ധതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുത്തു. ഞാൻ വരുന്ന താനാളൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 400-ലധികം വീടുകളാണ് ഇടതുപക്ഷം നിർമ്മിച്ചു കൊടുത്ത്. ഇനി ക്ഷേമ പ്രവർത്തനം നോക്കാം. ഇപ്പോൾ 2000 രൂപയാണ് പെൻഷൻ. ഇവിടെ രണ്ടത്താണി MLA ആയിരുന്ന സമയം, ലീഗിന് 5 മന്ത്രിമാരുണ്ടായിരുന്ന സമയം എത്ര രൂപയാ പെൻഷൻ ഉണ്ടായിരുന്നത്? 600 രൂപയാണ്. 18 മാസം കുടിശ്ശികയായിരുന്നു. ഇപ്പൊ ഒന്ന് വീടുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ പാവപ്പെട്ട ഈ നാട്ടിലെ ആളുകൾ പറയാണ് 2000 രൂപ പെൻഷൻ നൽകുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം അത് കേരളമാണ്. ഇപ്പൊ ഇവർ ഇന്ദിരാ ഗ്യാരണ്ടി ഇട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. തെലുങ്കാനയിൽ രേവന്ത് റെഡ്ഡിയാണ് മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ 25 മാസമായി തെലുങ്കാനയിൽ പെൻഷൻ മുടങ്ങിയിട്ട് അവരാണ് 600 രൂപ കൊടുക്കാൻ കഴിയാത്തവരാണ് ഇപ്പൊ 3000 രൂപയായിട്ട് ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നു പറയുന്നത്. ഇത് പെൻഷനിൽ മാത്രമല്ല, സ്ത്രീ സുരക്ഷാ പദ്ധതി ഇപ്പൊ താന്നൂർ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് സൂചിപ്പിക്കേണ്ടത്. ആരോഗ്യ മേഖലയുടെ സംബന്ധിച്ച് എന്താണ്? ആരോഗ്യ മേഖലയുടെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പൊ നിങ്ങൾ നോക്കൂ, താന്നൂരിലെ ആരോഗ്യ മേഖല, ഇപ്പൊ താന്നൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് താന്നൂർ തീരദേശ മേഖലയിലെ. അത് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി ഇപ്പൊ ഉയർത്തി അതിന്റെ വികസന പ്രവർത്തനം നടക്കുകയാണ്. താന്നൂരിലെ ഓരോ പഞ്ചായത്തും എടുത്തോ, എല്ലാ പഞ്ചായത്തും, താന്നാളൂർ പഞ്ചായത്ത്, ചെറിയമുണ്ടം പഞ്ചായത്ത്, പൊന്മുണ്ടം, ഒഴൂർ, ഈ നിറമരുതൂർ, ഈ 5 പഞ്ചായത്തുകളിലും കുടുംബാരോഗ്യ കേന്ദ്രം യാഥാർത്ഥ്യമാക്കി. രാവിലെ മുതൽ വൈകുന്നേരം വരെ 4 ഡോക്ടർമാരുടെ സേവനമുണ്ട്. താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സൗജന്യ ഡയാലിസിസ് സെന്റർ ഉണ്ട്. ആരോഗ്യ മേഖലയൊക്കെ വളരെ നല്ല രീതിയിലാണ് പോകുന്നതാണ് പറയുന്നത്. എന്റെ പ്രിയ സുഹൃത്ത്, ഇടതുപക്ഷത്തിന്റെ സുഹൃത്ത് പറഞ്ഞു, താനൂരിലെ CHSയിൽ ഇവിടെ UDFന്റെ ജനപ്രതിനിധി ഉണ്ടാകുമ്പോൾ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. എവിടെ ഇന്ന് താനൂരിലെ CHSയിൽ കിടത്തി ചികിത്സ ഉണ്ടോ? നിങ്ങൾ മറുപടി പറ. അവിടെ പ്രസവിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതുപോലെ അവിടെ CHSയെ നിങ്ങൾ കഴിഞ്ഞ 5 വർഷം പറഞ്ഞു നിങ്ങൾ ജില്ലാ ഹോസ്പിറ്റലായി ഉയർത്തി എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ നിങ്ങൾ പറയുന്നു വീണ്ടും താലൂക്ക് ഹോസ്പിറ്റലായി ഉയർത്തി എന്ന്. എന്തൊരു വിരോധാഭാസമാണ് നിങ്ങൾ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. CHSയുടെ സ്റ്റാഫ് പാറ്റേൺ പോലും താനൂരിലെ CHSയിൽ നിങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല. അവിടെ എന്ത് സംവിധാനം ഉള്ളത്? അവിടെ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? അവിടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ? അവിടെ ജനറൽ കാറ്റഗറിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. പിന്നെ നിങ്ങൾ സാധാരണ രീതിയിൽ വലിയ ഡെവലപ്മെന്റ് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ പറഞ്ഞു താനാളൂരിലെ PHS ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണെന്ന്. എന്ത് നുണയാ നിങ്ങൾ പറയുന്നത്? ഒഴൂരിലെ PHS ഉണ്ടാക്കിയത് നിങ്ങളാണെന്ന് പറയുന്നു. നിങ്ങൾ പോയിട്ട്, ഞാൻ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും, അവരോട് പറയാം ഇന്നാളും തന്നെ പോയിട്ട് നിങ്ങൾ ഫലകം നോക്കണം. നാളെ ഫേസ്ബുക്കിൽ നിങ്ങൾ അതിന്റെ വീഡിയോ ഇട്ടിട്ട് ഈ ഇടതുപക്ഷത്തിന്റെ സുഹൃത്തുക്കൾക്കൊന്ന് അയച്ചു കൊടുക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ ചർച്ച ഈ താന്നൂരിൽ മാത്രം ഒതുങ്ങണ്ട. നമ്മൾ ഭരണത്തിന് 10 വർഷത്തെ ഭരണം വിലയിരുത്തുന്ന സമയം കൂടിയാണിത്. അപ്പം നമ്മുടെ ചർച്ച ആ രീതിയിലേക്കും പോവാം. ഇവിടെ മാത്രം ഒതുങ്ങിക്കൊണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മൊത്തത്തിലുള്ള കാര്യങ്ങളും പറയാം. പറഞ്ഞോളൂ. എന്താണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത്? ഇവിടെ എല്ലാം അവർ തന്നെയാണ് മുൻകൂട്ടി എല്ലാം ചെയ്തു വെച്ചിട്ടുള്ളതെന്നാണ്. ഞാൻ തയ്യാറാണ്. ഇവര് പറഞ്ഞ ഫേസ്ബുക്കായിട്ട് നമുക്ക് പോവാം. താന്നൂർ മണ്ഡലത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ യാഥാർത്ഥ്യമായത് അബ്ദുറഹ്മാന്റെ LDFന്റെ 10 വർഷമാണോ മുസ്ലിം ലീഗിന്റെ 60 വർഷമാണോ? ഞങ്ങൾ തയ്യാറാണ്. ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. നിങ്ങൾ കേരളത്തിൽ ആരോഗ്യരംഗം നോക്കിക്കോ. ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ആശുപത്രികളിൽ ചികിത്സക്കെത്തുന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളമാണ്. അതുപോലെ തന്നെ ഈ കേരളത്തിനാണ് ഏറ്റവും സങ്കീർണമായ അവയവമാറ്റ ശസ്ത്രക്രിയകൾ സർക്കാർ ആശുപത്രികളിൽ നടക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ്. ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്കാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ 1ാമത്തെ ആരോഗ്യ മേഖലയ്ക്കുള്ള അവാർഡ് കേരളത്തിന് ലഭിച്ചത്. അതുകൊണ്ടാണ് അർഷീന എന്ന് പറയുന്ന സഹോദരി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരത്തിലാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിന് മുന്നിൽ ഒരു സഹോദരി. എന്താ കാര്യം എന്തായിരുന്നു? വയറ്റിൽ കത്രി കുടുങ്ങിയതിന്റെ പേരില ശസ്ത്രക്രിയ ഉപകരണം വാങ്ങിയിട്ട് ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശികയായി കിടക്കാണ്. നമ്മുടെ ഇപ്പോൾ നേരത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞു ഒഴൂരിലെ PHS അവരാണ് ഉണ്ടാക്കിയെന്ന്. ഞങ്ങളും ആ ചലഞ്ച് നിങ്ങൾക്ക് വേണ്ടി വിട്ടിരിക്കുക, ജനങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ആ ചലഞ്ച് ഞങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. നാളെ തന്നെ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇറക്കാൻ ഞങ്ങൾ തയ്യാറാ. ഇവിടുത്തെ PHS നിങ്ങൾ വരൂ. നിങ്ങൾ പറഞ്ഞല്ലോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇവിടെ വരുമെന്ന്. എവിടെ? അബ്ദുറഹ്മാൻ മന്ത്രിയായിരിക്കുമ്പോൾ MLA ആയിരിക്കുമ്പോൾ പറഞ്ഞ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, നിങ്ങൾ പറഞ്ഞ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എവിടെയാണ്? അതൊന്ന് കാണിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ ഒരു രോഗി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ 5 മരുന്ന് എഴുതിയാൽ 2 മരുന്നാണ് കിട്ടുക.
ബാക്കി 3 മരുന്നും പുറത്തു പോയിട്ട് എഴുതണേ. ഇവിടെ ഡയാലിസിസ് രോഗികളുണ്ട്. ആ ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടി ഇവിടെ ഒരു സൗജന്യ ഡയാലിസിസ് ഇവർ നടത്തുകയാണെന്ന്. താനാളൂരിലെ ഡയാലിസിസ് സെന്റർ അത് CPM-ന്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെതാണോ അത്? യെസ് യെസ്. ഈ ആരോഗ്യ മേഖല സംബന്ധിച്ച് രണ്ടുപേരും പറയുന്നത് കേട്ടല്ലോ. എന്താണ് NDAക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആരോഗ്യ മേഖല കേരളത്തിലെ? നമ്മുടെ താനൂരിൻ്റെ താലൂക്ക് ഹോസ്പിറ്റലായി ഉയർത്തി എന്ന് പറഞ്ഞിട്ടും താനൂരിലെ നിർധനരായ ജനങ്ങളെല്ലാം ആശ്രയിക്കുന്ന ആ ഹോസ്പിറ്റലിനെ ഒരു ഞായർ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മറ്റു അവധി ദിവസങ്ങളിലൊക്കെ അവിടെ എത്തിപ്പെടുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊന്നുമില്ല, അവിടുത്തെ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളോ ഒരു സൗകര്യങ്ങളും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ അവിടെ നടപ്പിലാക്കുന്നില്ല. ഒപ്പം തന്നെ ഡെയിലി ഒരു ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു പ്രചോദനം എന്നുള്ള രീതിയിൽ അവർ അതിനെ ഒരു രാഷ്ട്രീയ ലാക്കാക്കി മാറ്റി താനൂരിൻ്റെ ഹോസ്പിറ്റലിനെ അവർ ചിത്രീകരിക്കുകയാണ്. ഒപ്പം തന്നെ UDF-ന്റെ യോമിനി പറഞ്ഞതുപോലെ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന മരുന്നുകൾ 1 or 2 അവിടുന്ന്, ബാക്കി മുഴുവൻ പുറത്തുനിന്ന്. നമുക്ക് ജനൌഷധി ഉള്ളത് കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് വലിയൊരു ചികിത്സാഭാരം വലിയൊരു താങ്ങായി നിന്നുകൊണ്ട് നമ്മുടെ ജനൌഷധി താനൂരിൽ നിലകൊള്ളുകയാണ്. ഇങ്ങനെയുള്ള ഒട്ടനവധി നിരവധി ജനസേവാ പ്രവർത്തനങ്ങൾ നടത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കേരളം UDF-ഉം LDF-ഉം എന്ന് വാചകമടിയിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അതിന് വേണ്ട സപ്പോർട്ടുകളും കാരണങ്ങളും മുഴുവനായിട്ട് ചെയ്തു കൊടുക്കുന്ന കേന്ദ്രത്തിൻ്റെ മറപറ്റിയാണ് ഞങ്ങൾ താനൂരിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഓക്കെ, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? മത്സ്യത്തൊഴിലാളികൾ ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു പുനർഗേഹം മത്സ്യ ഫ്ലാറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. എത്ര ആളുകൾക്ക് കൊടുത്തു? എവിടെയാണത്? എത്ര ആളുകൾ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ വീടില്ലാത്തവർ ഇന്നും ഈ താനൂരിൻ്റെ തീരദേശത്തുണ്ട്? എത്ര ആളുകളെ പുനരധിവസിപ്പിച്ചു? പ്രിയപ്പെട്ട LDF-ന്റെ സുഹൃത്ത് താനാളൂർ പഞ്ചായത്തിലുള്ളതാണല്ലോ. നിങ്ങൾ സഖാവ് ഈ ജയേട്ടൻ താനാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആകുമ്പോൾ ഇവർ താനാളൂർ പഞ്ചായത്തിലെ തച്ചപ്പറമ്പും മഞ്ചാടിക്കുന്നും നിങ്ങൾ വലിയൊരു കുടിൽ കെട്ടി സമരം നടത്തി. എന്നിട്ട് പട്ടൂർപറമ്പ് അങ്ങാടിയിൽ നിങ്ങളൊരു ഫ്ലാറ്റ് സമുച്ചയത്തിന് തറക്കല്ലിട്ടു. എന്നിട്ട് V. അബ്ദുറഹ്മാൻ താനൂരിൻ്റെ ജനപ്രതിനിധിയായി വന്നപ്പോൾ MLA ആയി വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇതാ ഞങ്ങളിവിടെ ഇവിടുത്തെ ആളുകൾക്ക് വീടില്ലാത്ത ഭവനരഹിതരായ ആളുകൾക്ക് ഇവിടെ ഫ്ലാറ്റ് വരാൻ പോവുകയാണെന്ന് പറഞ്ഞ് താനാളൂർ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞ ആ ഫ്ലാറ്റ് എവിടെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞ ഈ പുനർഗേഹ പ്രകാരം ഉള്ള ഫ്ലാറ്റ് ഇവിടെ എവിടെയാണ്? ആ സ്ഥലം ഒന്ന് കാണിക്കണം. എത്ര ആളുകൾക്ക്? അത്ര ആളുകൾക്ക് ഇവിടെ 400 ആളുകൾക്ക് 400 ആള് പോയിട്ട് 400 ആളെന്നാണ് അവിടെ കണക്ക് പറയുന്നത്. എന്ത് തെറ്റിദ്ധരിപ്പിക്കലാണ് നിങ്ങൾ ആളുകളെ? ഇങ്ങനെയൊന്നും തെറ്റിദ്ധരിപ്പിക്കരുത്. ഉണ്ണിയാലിലുണ്ടെന്നാ പറയുന്നത്. ഉണ്ണിയാലില് അത് വാക്കാൽ ആർക്കും പറയാം. താനൂർ മുനിസിപ്പാലിറ്റി ഒരു ഭരണസമിതി നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് ഈ സുഹൃത്ത് പറഞ്ഞത്. ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഓപ്പൺ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എവിടെ നിങ്ങൾ പറഞ്ഞില്ലേ EMS ഫ്ലാറ്റ് സമുച്ചയം വരുമെന്ന് താനൂരിൽ? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. പുനർഗേഹം ഫ്ലാറ്റ് കാണോ? എവിടെ 10 വീട്? 400 വീടാ പറഞ്ഞത്. 400 വീട് അവിടെ പറഞ്ഞത്. 400 വീട്. തെറ്റിദ്ധരിപ്പിക്കരുത് ആളുകളെ. കാലത്ത് മുസ്ലിം ലീഗ് താനൂരുണ്ടായ കാലത്ത് ഓലമേഞ്ഞ വീടുകളാണ് ഈ ഭാഗത്തുണ്ടായിരുന്നത്. ആ ഓലമേഞ്ഞ വീടുകളാണ് 2 കുടുംബങ്ങളുടെ വീടുകൾ കത്തിവരിച്ച് 60 കൊല്ലക്കാലം ലീഗ് ഭരിച്ചിട്ട്. സഹോദര അവര് പറയട്ടെ. ഓക്കെ പറഞ്ഞോളൂ. നിങ്ങൾ അത് മൈൻഡ് ചെയ്യണം. പറഞ്ഞോളൂ. 60 കൊല്ലം ലീഗ് ഭരിച്ചിട്ട് ഓലമേഞ്ഞ വീടാണ് കൊടുത്തതെന്നാ പറഞ്ഞത്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചിതമായ ഡെവലപ്മെന്റ് ആണ് നാട്ടിൽ നടക്കാറുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യകാലങ്ങളിൽ നമ്മുടെ നാട്ടില് ഓലമേഞ്ഞ വീടുകളായിരുന്നു. പിന്നീട് അത് ഓടിട്ട വീടുകളായി, പിന്നീട് അത് ടെറസിട്ട വീടുകളായി. അങ്ങനെയല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് ഇപ്പൊ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തെറ്റായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ വെറുതെ അവിടെ ബഹളം കൂടിയിട്ട് കാര്യമില്ല. നമുക്ക് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോവാം. വളരെ സൈലന്റ് ആയിട്ട് ചർച്ച ചെയ്ത് പോവാം. പ്ലീസ് അവിടെ ഇരിക്കൂ. അവിടെ ഇരിക്കൂ പ്ലീസ്. ഹലോ പ്ലീസ് അല്ല അവിടെ ഇരിക്കും. അവിടെ അല്ല നമുക്ക് പ്ലീസ് അവിടെ പോയിരിക്കും. നമുക്ക് ചർച്ച ചെയ്ത് പോവാം. വളരെ സമാധാനപരമായിട്ട് ചർച്ച ചെയ്ത് പോവാം. നിങ്ങൾ ഇവിടെ ഇരിക്കൂ. സമാധാനപരമായിട്ട് ചർച്ച ചെയ്ത് പോവാം. ഇരിക്കൂ പ്ലീസ് ഇരിക്കും. നിങ്ങൾ ഇരിക്കും. ഇത് നമ്മൾ സമാധാനമായിട്ട് ചർച്ച ചെയ്ത് പോവാം.
നമ്മളൊക്കെ ഇവിടെ ഉള്ള ആളുകളല്ലേ, നമ്മളിവിടെ ഇരിക്കരുത്, നിങ്ങൾ ചർച്ച ചെയ്തോട്ടെ. വളരെ നല്ല രീതിയിലുള്ള ഒരു ചർച്ച ചെയ്ത് പോകുന്നത്. നിങ്ങളതിൽ വെറുതെ ഉടക്കുണ്ടാക്കല്ലേ, പ്ലീസ് പ്ലീസ്. അവിടെ ഇരിക്കുക, നിങ്ങൾ സമാധാനിപ്പിക്കുക, ഇവിടെ ഇരിക്കാൻ പറയും. നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ ആരോഗ്യകരമായ ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. അവർ വളരെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ലേ. ഹലോ സുഹൃത്തുക്കൾ, ഇവിടെ നമ്മൾ ബലാബലം നോക്കിയിട്ട് ഇതെല്ലാം നമ്മളുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയും. തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുമ്പോഴല്ലേ, അതിൽ നമ്മൾ ആദ്യമായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് ഇങ്ങനെ പോവാം പ്ലീസ്. ഇത് തെരഞ്ഞെടുപ്പ് വർത്തമാനമാണ്, തെരഞ്ഞെടുപ്പ് വർത്തമാനം. ചേട്ടാ സുഹൃത്തെ പ്ലീസ് വരി അവിടെ ഇരിക്കും. നിങ്ങൾ ഉണ്ടാക്കേണ്ട പ്രശ്നം ആഗ്രഹമാണ്, അതിവിടെ നടക്കൂല. ചർച്ച തുടങ്ങട്ടെ. സമാധാനപരമായിട്ട് ചർച്ച ചെയ്യാൻ അവർ നല്ല രീതിയിലാണ്. അവർ 3 പേരും നന്നായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ടല്ലോ. താനൂരില് ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. ചെറുപ്പക്കാരന്റെ പേര് താമിർ ജിഫ്രി എന്നായിരുന്നു. അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോടതിയിൽ ശിക്ഷിക്കണമായിരുന്നു. ഇവിടെ അതിന് കോടതികളുണ്ട്. പക്ഷേ താനൂരിന്റെ 60 കൊല്ലത്തെ ചരിത്രത്തിൽ നമുക്കാർക്കും കേൾവിയില്ലാത്ത താനൂരിന്റെ സെല്ലിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടപ്പോൾ താനൂരിന്റെ ജനപ്രതിനിധി, പ്രിയങ്കരനായ താനൂരിന്റെ MLA, കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി, അദ്ദേഹം ഒരു കാമായി എന്നുള്ള അക്ഷരം അതേക്കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് പോലും ഇറക്കില്ല. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അഞ്ചുടി കൊല്ലപ്പെട്ടപ്പോൾ, ഇസഹാക്ക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാഷ്ട്രീയ പകപോക്കലിന്റെ പരമായി കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിന്റെ നിയമസഭയിൽ അദ്ദേഹം പ്രസംഗിച്ചത് അത് ഇമ്പമുള്ള കഥയാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, അതിനെ ഇമ്പമുള്ള കഥയും അങ്ങനെ നീതി എന്ന് പറയുന്നത് 2 തട്ടിലാവരുത്. പോലീസ് കാട്ടിക്കൂട്ടിയ കോപ്രായിത്തരങ്ങൾ ഈ സംസ്ഥാനത്ത് 5 വർഷം അവസാനമായി കൊല്ലത്ത് പോലും ഒരു ഗുണ്ടാ വിളയാട്ടത്തിലൂടെ ഗുണ്ടകളെ വർദ്ധിപ്പിച്ച് അതിന് ഗുണ്ടാ വിളയാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ ഗ്യാങ്ങായി മാറി കേരളത്തിന്റെ ഭരണം തകർത്ത് കളഞ്ഞ 5 വർഷക്കാലമാണ് നിൽക്കുന്നത്. താനൂരിന്റെ മണ്ണിലാണ്. കഴിഞ്ഞൊരു 10 വർഷക്കാലം താനൂരിനെ സംബന്ധിച്ചുള്ള സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷമാണ്. താനൂരിന്റെ ഏത് മേഖല എടുത്താലും ഒരു കാലത്ത് എന്നും സംഘർഷങ്ങളായിരുന്നു താനൂരിലുണ്ടായിരുന്നു. ഈ 10 വർഷക്കാലം താനൂരിന്റെ ക്രമസമാധാന മേഖലയിലും കേരളത്തിന്റെ ക്രമസമാധാന മേഖലയിലും ഏറ്റവും മികച്ച രീതിയിലാണ്. 10 വർഷക്കാലം കൊണ്ട് 10 വർഷക്കാലം ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു കലാപം പോലും ഉണ്ടായിട്ടില്ല. കേരളത്തിന്റെ മണ്ണിൽ ഒരു കലാപം പോലും ഉണ്ടായിട്ടില്ല. കേരളത്തിന്റെ മണ്ണിൽ ഒരു കലാപം പോലും ഈ 10 വർഷക്കാലം ഉണ്ടായിട്ടില്ല. ഒരു ക്രമസമാധാന പ്രശ്നം താനൂരിന്റെ മണ്ണിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരുപാട് സംഘർഷങ്ങൾ നടന്നിട്ടുള്ള ഒരു നാടാണ് ഈ താനൂര്. അങ്ങനെ താനൂര് മാത്രമല്ല, ഈ കേരളത്തിൽ ഉൾപ്പെടെ ഏറ്റവും മികച്ച ക്രമസമാധാന പാലനം നടന്നിട്ടുള്ള ഒരു 10 വർഷക്കാലമാണ് ഈ 10 വർഷക്കാലം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ക്രമസമാധാനം പാലിച്ചുള്ള ഭരണമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കേരളത്തിൽ മൊത്തം നമ്മളെ സാധാരണ ഇത്തരം സംഗതികൾ തന്നെയാണ് ഇവർ എല്ലാ ചർച്ചകളിലും കാട്ടിക്കൂട്ടുക. കാരണം എന്താ വെച്ചാൽ ഇവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ ഇവരാഗ്രഹിക്കുന്നില്ല. അതന്നെയാണ് ഇതിൻ്റെ കാരണം. എല്ലാ ഇവിടുത്തെ ചർച്ചകളും അലങ്കോലമാക്കി ഇവരുടെ പ്രശ്നങ്ങളെ ജനമധ്യത്തിൽ തുറന്നു കാട്ടാനുള്ള അവസരം നഷ്ടപ്പെടുത്തുക എന്നതാണ് ഇവിടുത്തെ UDF-ന്റെയും LDF-ന്റെയും നയം. പിന്നെ അക്രമങ്ങളും കലാപങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് ഇവർക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ താനൂരിലെ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ഈ KR ബേക്കറി വരെ ഒരു സമയത്ത് അഗ്നിക്ക് ഇരയാക്കിയ വലിയ കലാപങ്ങൾ താനൂര് നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഇവരുടെ നേതാക്കളുടെ ആഹ്വാന പ്രകാരമാണ് അത് നടന്നത് എന്നതിന് വോയിസ് റെക്കോർഡ് വരെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അത്തരം രീതികളൊന്നും ഇവിടെ സംസാരിക്കേണ്ടതില്ല എന്നുള്ളത് അവർക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. വലിയൊരു സമൂഹത്തിന് അതൊരു വലിയൊരു കലാപം തന്നെയായിരുന്നു. ഓക്കെ, നമുക്ക് ഇനി മറ്റ് മേഖലകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ വിദ്യാഭ്യാസം നമ്മൾ സംസാരിച്ചു, ഈ ക്രമസമാധാനത്തിൻ്റെ കാര്യം സംസാരിച്ചു, ആരോഗ്യ മേഖല സംസാരിച്ചു. ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ വളരെ അതിദാരിദ്ര്യ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ അംഗീകരിച്ചു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് LDF. അതിനെ സംബന്ധിച്ച് എന്താണ് UDF-ന് പറയാനുള്ളത്? ഈ സംസ്ഥാനത്തിന്റെ പോവർട്ടി ഇൻഡെക്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് കേട്ടോ. ഞാൻ ഈ താനൂര് മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഇന്നും ഭവനരഹിതരായ എത്ര ആളുകളുണ്ട്? ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാത്ത എത്ര ആളുകളുണ്ട്? അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായി സർക്കാർ കാട്ടിക്കൂട്ടിയ ഒരു കോപ്രായിത്തരമാണ് അതിദാരിദ്ര്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ അടുത്ത ദിവസമാണ് ഒരു തെരുവിൽ ഒരു സഹോദരി ഒരു ചെറ്റക്കുടിയിൽ കിടക്കുന്ന വീഡിയോ നമ്മൾ മാതൃഭൂമി ന്യൂസിലൊക്കെ കണ്ടു കഴിഞ്ഞത്.
ഇതാണ് ഇവർ ഉയർത്തി കാണിക്കുന്ന ഈ PR വർക്കുകളല്ലാതെ വേറെ എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്? കഴിഞ്ഞ മാനിഫെസ്റ്റോയിൽ ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരിപ്പോൾ അതിദാരിദ്ര്യത്തിന്റെ കാര്യം പറഞ്ഞു, ഇവിടെ മൊബൈൽ ന്യായവില സ്റ്റോറുകൾ തുടങ്ങുമെന്ന് പറഞ്ഞു. വലിയ കോവിഡ് വന്നു ഇവിടെ. നമ്മൾ ആരെങ്കിലും ആ മൊബൈൽ ന്യായവില സ്റ്റോറുകളെ കണ്ടോ? മര്യാദയ്ക്ക് ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ട്രോളിങ്ങിന് വിധേയമായപ്പോൾ ഇവിടെ റേഷൻ പീടിയിൽ അരിയില്ലായിരുന്നു. റേഷൻ പീടിയിൽ അരിയില്ലാത്തതിൻ്റെ പേരിൽ 3 തവണ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ആളുകളാണ് ഞങ്ങളെ കമ്മിറ്റിയൊക്കെ. അതുപോലെ തന്നെ റേഷൻ പീടികൾക്ക് മുന്നിൽ ഫ്ലക്സ് പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായി. റേഷൻ പീടികയിൽ നിന്ന് അരി കിട്ടാത്ത സാഹചര്യം ഈ കഴിഞ്ഞ 5 വർഷം നമ്മൾ ഇപ്പോൾ ഒരു അതിദാരിദ്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞു. എന്താണ് വിലക്കയറ്റം? ദേശാഭിമാനി പത്രം എഴുതി വെക്കുന്നു അടുത്ത 5 വർഷം വില കൂടില്ല എന്ന്. എവിടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈ മാർക്കറ്റിൽ ഈ സർക്കാർ ചെയ്ത ഒരു ഇടപെടൽ എന്താണ്? എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വെളിച്ചെണ്ണയ്ക്ക് 400 രൂപയാണ് വില. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഒരു PR വർക്കായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പദ്ധതി എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം ആരംഭത്തിൽ പറഞ്ഞു താനൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത കുടുംബങ്ങളുണ്ടെന്നുള്ളത്. അത് പറയാൻ മുസ്ലിം ലീഗിന് ഉൾപ്പെടെ ഇത്രയും കാലം താനൂർ മുനിസിപ്പാലിറ്റി അടക്കി ഭരിച്ച ഒരു മുസ്ലിം ലീഗിന്റെ മുനിസിപ്പാലിറ്റിക്ക് അതിനെന്ത് പദ്ധതി അവർ കൊണ്ടുവന്നത്? എന്ത് പദ്ധതി അവർ കൊണ്ടുവന്നത്? കേരളത്തിലെ ഗവൺമെന്റാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. ഈ മുനിസിപ്പാലിറ്റി എന്ത് പദ്ധതിയാണ് അതിദാരിദ്ര്യ ലിസ്റ്റിൽപ്പെട്ട 61,000 കുടുംബങ്ങളെ കേരളത്തിൽ അവരെ ചേർത്ത് പിടിച്ച് എന്റെ പരിചയത്തിലുണ്ട്. അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്തവർക്ക് വീട്ടിൽ ഭക്ഷണം എത്തിച്ച് ഉൾപ്പെടെ കൊടുക്കുന്ന പദ്ധതിയാണ് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. അത്തരത്തിൽ പദ്ധതി ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞവരാണ് ഇടതുപക്ഷ ഗവൺമെന്റും സഖാവ് പിണറായിയുടെ ഗവൺമെന്റും. ആ രീതിയിലേക്കാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തിപ്പോയത്. അവശരായിട്ടുള്ള മനുഷ്യർക്ക് 2000 രൂപയാണ് ഇപ്പൊ പെൻഷൻ കൊടുക്കുന്നത്. ഈ മുനിസിപ്പാലിറ്റിക്കാർ പറയണ്ടല്ലോ എത്ര ആളുകളുടെ സ്ത്രീ സുരക്ഷാ പെൻഷനാണ് മുസ്ലിം ലീഗ് ഭരിക്കുന്ന താനൂർ മുനിസിപ്പാലിറ്റി ഒരു മാസത്തെ 4000-ലധികം ആളുകൾക്ക് 1000 രൂപ പെൻഷൻ കൊടുക്കാൻ ഫണ്ട് അനുവദിച്ചു കൊടുത്തു സംസ്ഥാന ഗവൺമെന്റ്. താനൂർ മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതിയുടെ പിടിപ്പുകേടിന്റെ ഭാഗമായി ഒരു മാസം പെൻഷൻ കിട്ടിയില്ല. അവരാണ് ഇപ്പൊ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന പെൻഷന്റെ കാര്യം പറഞ്ഞപ്പോഴേ പെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ BPL-കാർക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആരാ അതിന്റെ LDF-ന്റെ സുഹൃത്തിനോട് ചോദിക്കുക. APL BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പെൻഷൻ കൊടുക്കണം എന്നുള്ള തീരുമാനം കേരളത്തിൽ കൊടുത്താലല്ലേ പെൻഷൻ കിട്ടുക? 18 മാസക്കാലം കുടിശ്ശികയെ സംബന്ധിച്ച് ഒരൊറ്റ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ. ഇവിടെ സാർവത്രിക പെൻഷൻ കൊണ്ടുവരുന്നത് ഇവിടെ സാർവത്രിക പെൻഷൻ നിങ്ങൾ സഖാവ് അച്യുതാനന്ദൻ കേരളം ഭരിക്കുമ്പോ പെൻഷൻ BPL-കാർക്ക് മാത്രമായിരുന്നു സഹോദര. എന്റെ LDF-ന്റെ സുഹൃത്ത് കാടടച്ച് വെടിയൊക്കെയാണ്. അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റൂല. ഇവിടെ ഈ പൊതു തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് 6 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഇവിടെ ഉണ്ടായി. താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ രേഖകൾ പോയി പരിശോധിക്കണം. 25 കൊല്ലം നിങ്ങൾ ഭരിച്ചില്ലേ? താനാളൂർ ഗ്രാമപഞ്ചായത്തിൽ 6 മാസം പെൻഷൻ കുടിശ്ശികയായ ആളുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. എന്റെ പിതാവിനടക്കം എന്തെങ്കിലും പറയാ. സാർവത്രിക പെൻഷൻ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയും ഡോക്ടർ MK മുനീർ സാഹിബ് സാമൂഹ്യ ക്ഷേമ വകുപ്പാകുമ്പോഴാണ്. പിന്നെ അതിനുശേഷം കേരളത്തിൽ 10 കൊല്ലം നിങ്ങളെ ഭരണ. ഇനി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ 3000 രൂപ ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം ഞങ്ങൾ കൊടുക്കാൻ പോവുക. കാത്തിരിക്കുക, മലയാളികൾ അതിനായി കാത്തിരിക്കുക. കേരളത്തിൽ ഒരു താരപ്രചാരകരായി അവതരിപ്പിച്ചൊരു വ്യക്തിയുണ്ട്. തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. അദ്ദേഹമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. 25 മാസമായി തെലങ്കാനയിൽ പെൻഷൻ മുടങ്ങിയിട്ട്. അവരാണ് ഇപ്പൊ 3000 രൂപ പെൻഷൻ ഇവിടെ കൊടുക്കുന്ന പറയുന്ന ആൾക്കാർ. രേവന്ത് റെഡ്ഡി അല്ല ഇവിടെ വന്നിട്ട് ഒരു മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ മുനിസിപ്പാലിറ്റിയിലെ ആളുകളെ നഗരസഭയുടെ കാര്യമല്ല നമ്മൾ മൊത്തത്തിൽ പറയാൻ. ഇതിന് താനൂരിലെ ലീഗുകാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് 10 കൊല്ലം വെറുതെ അപ്പുറത്തിരുന്നത്. മൂന്നാമതും താനൂരിൽ ഒരു സംശയവും വേണ്ട. ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സുഹൃത്ത് പറഞ്ഞ് ഈ താനൂര് നഗരസഭയിൽ ആകമാനം ചെറ്റക്കുടിലുകളായിരുന്നെന്ന് അതിന് ഒരു അറുതി വരുത്തിയത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റാണ്. PMAY സംവിധാനത്തിലൂടെ 4 ലക്ഷം രൂപ ഓരോ കുടുംബത്തിനും നൽകി അതിന് അന്നത്തെ ചെറ്റക്കുടിലിനെ കോൺക്രീറ്റ് വീടുകളാക്കി മാറ്റി. ഒപ്പം തന്നെ CPM 25 വർഷക്കാലം ഭരിച്ചുകൊണ്ടിരുന്ന താനാളൂര് എത്ര വീടുകൾ ഇവർ കൊടുത്തിട്ടുണ്ട്?
എത്ര വീടുകൾ ഇവര് ലൈഫ് പദ്ധതിയിലൂടെ കൊടുത്തു? 431 വീട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന ഈ റേഷൻ സംവിധാനം, ഈ BPL കുടുംബങ്ങൾക്ക് സൗജന്യ അരി നൽകുന്ന സംവിധാനം കേരളം നടപ്പിലാക്കിയതാണോ? അല്ല താനൂർ മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിയതാണോ? ഇത് നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ നിങ്ങൾ വീതം വെച്ചെടുത്തുകൊണ്ട് ഇത് ഞങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് പറയുന്ന എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പരിപാടിയാണ് നിങ്ങൾ നടത്തുന്നത്. പട്ടിണിയെടുക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്, ഭരിക്കുന്ന പാർട്ടി BJP ആണ്. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും പറയണില്ല. കഴിഞ്ഞ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇനിയും താനൂരിൽ നടക്കാനുണ്ട്. കനോലി കനാല്, ഉൾനാടൻ ജലഗതാഗതത്തിന് ഏറ്റവും പ്രസക്തമായ ടൂറിസത്തിന് ശക്തി പകരേണ്ട ഒന്നായിരുന്നു. ഒരു നടപടി അതിലുണ്ടായില്ല. തൂവൽ തീരം ഇന്നും അനാഥായി കിടക്കാണ്. അവിടെ 22 പേരാ മരിച്ചു വീണത്. ആ 22 പേരുടെ ജീവനെക്കുറിച്ച് ഇവർക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നലെയാണ് 22 പേര് മരിച്ചിട്ട് അതിൽ 15 പേര് പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ആ അറ്റ്ലാന്റിക് ബോട്ടിന് ഞാൻ വീണ്ടും ചോദിക്കുന്നു, ആ അറ്റ്ലാന്റിക് ബോട്ടിന് തുറമുഖ വകുപ്പും സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലിന്റെ ഭാഗമായാണ് അനുമതി കിട്ടിയത് എന്ന് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പറയുമ്പോൾ അതേക്കുറിച്ച് CPM ഒന്നും പറയാനില്ല. കസ്റ്റഡി കൊലയെ കുറിച്ചൊന്നും പറയാനില്ല. വട്ടത്താണി മേൽപ്പാലത്തെ കുറിച്ചൊന്നും പറയാനില്ല. ഇവിടെ ഇപ്പൊ പറഞ്ഞു 60 കൊല്ലക്കാലം ലീഗ് ഭരിച്ചിട്ട് എന്താ ചെയ്തത് എന്ന്. ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഈ പുതിയ താനൂരി എന്ന് പറയുന്നത് ഈ താനൂരും താനാളൂരും ഒഴൂരും കുറ്റിപ്പുറത്ത് നിന്ന് വന്ന ചെറിയ മുണ്ടവും അതുപോലെ തന്നെ പൊന്മുണ്ടവുമാണ്. അവിഭക്ത താനാളൂരുണ്ട്. താനാളൂർ വിഭജിക്കപ്പെടുന്നത് മണ്ഡല പുനർനിർണയത്തിന് മുമ്പ്. ഞാനൊരൊറ്റ ചോദ്യം ഇവരോട് ചോദിക്കുന്നു. ഞാനൊരൊറ്റ ചോദ്യം LDF പ്രതിനിധിയോട് ചോദിക്കുന്നു. ഈ മണ്ഡലം പുനർവിഭജിക്കപ്പെട്ടതിന് ശേഷം 15 കൊല്ലക്കാലമാണ് ഉണ്ടായത്. അതിൽ 10 വർഷക്കാലം നിങ്ങൾ ഭരിച്ചു. ഒരു LP സ്കൂളെങ്കിലും ഈ മണ്ഡലത്തിൽ 10 കൊല്ലം MLAയും മന്ത്രി ഉണ്ടായിട്ട് ഒരു LP സ്കൂളെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളോ? നിങ്ങൾ കൊടുന്ന എന്താ? സ്വാശ്രയ കോളേജിലെ ഏതോ മുതലാളിക്ക് തീറെഴുതി കൊടുക്കണേ. പിന്നെ സഖാവ് പുഷ്പൻ എതിരായി നിന്ന സ്വാശ്രയ കോളേജിന് ഒത്താശ പാടാൻ വേണ്ടിയിട്ടാണ് ഈ 10 കൊല്ലക്കാലം താനൂരിൽ നിങ്ങൾ വിനിയോഗിച്ചിട്ടുള്ളത്. താനൂരിൽ എന്താണ് കൊണ്ടുപോകുന്നത്? ഒന്ന് ഞാൻ പറയാം. താനൂരിന്റെ കേരളത്തിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായി മാനേജ്മെന്റ് അത് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ നടത്താതെ പൊളിഞ്ഞു കിടന്നിരുന്ന 2 LP സ്കൂൾ ഉണ്ട് താനൂരിൽ. ഒന്ന് ചിറക്കൽ LP സ്കൂളും ഒന്ന് ചിറക്കൽ സ്കൂളിന് വേണ്ടി നിങ്ങൾ എന്താ സ്കൂൾ ഇപ്പൊ സർക്കാർ ഏറ്റെടുത്തു. നഴ്സിംഗ് കോളേജ് മലപ്പുറം ജില്ലയിൽ താനൂരിലെ ലീഗാറിന്റെ മെയിൻ പരിപാടിയാണ് ഉത്തരം മുട്ടുമ്പോ ഒച്ചപ്പാടുണ്ടാക്കുക. കാലൊക്കെ മാറണോ? നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കി പേടിച്ചു പോകുന്ന പ്രസ്ഥാനമല്ല LDF എന്നുള്ള പ്രോജക്റ്റ് ഉണ്ടായിക്കോട്ടെ. അങ്ങനെ നിങ്ങളോട് ഒച്ചുണ്ടാക്കിയ പേടിച്ചു പോകുന്ന ആൾക്കാരല്ല CPMന്റെ LDFന്റെ പ്രവർത്തകര്. ആ കാലൊക്കെ മാറിടോ. ചെറിയമുണ്ട സ്കൂളിലേക്ക് ചെറിയമുണ്ടത്തേക്ക് പോവാ. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സിമന്റ് നഴ്സിംഗ് കോളേജ് ഇവർ ഗവൺമെന്റ് കോളേജ് ഉണ്ട്. ആ ഗവൺമെന്റ് കോളേജിന് കെട്ടിടം ഉണ്ടാക്കാൻ കേസ് കൊടുത്ത മഹാനാണ് ഇവരുടെയൊക്കെ നേതാക്കന്മാര്. എത്ര കൊല്ലം കേസെടുത്തു ഇവരുടെ നേതാവ് സലാം. ആ ഹൈക്കോടതി പോയി കേസെടുത്തിട്ട് ഹൈക്കോടതി പറഞ്ഞു വാലും ചുരുട്ടി അടിച്ചു ഈ സലാമിനൊക്കെ. ഇപ്പൊ ഗവൺമെന്റ് കോളേജ് യാഥാർത്ഥ്യം പോയില്ലേ? ഇവര് ചെറിയ മുണ്ടത്തൊരു ഗവൺമെന്റ് ITI ഉണ്ട്. ഈ താനൂർ രണ്ടത്താണി MLA ആയപ്പോ തലക്കടത്തൂര് തറയിൽ വാടക കെട്ടിടത്തിലായിരുന്നു ITI ഉണ്ടായിരുന്നത്. ആ ITI ഇപ്പൊ എന്തായി? ചെറിയ മുണ്ടത്ത് സ്വന്തം കെട്ടിടമുണ്ട്. ആ ITIക്ക് ഹോസ്റ്റലുണ്ട്. ആ ITIക്ക് വനിതാ വിശ്രമൂരുണ്ട്. കേരളാധീശ്വരപുരത്ത് SC വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി ITI ഉണ്ട്. 134 കോടി രൂപയാണ് 134 കോടി രൂപയാണ് വിദ്യാഭ്യാസ മേഖലക്ക് വേണ്ടി ഈ 10 വർഷക്കാലം ദേവദാരു സ്കൂളിന് ഒരു കവാടം പോലും കൊടുക്കാൻ പറ്റാത്തവരാണ് ഈ ലീഗുകാര്. 60 കൊല്ലം ഭരിച്ചില്ല. എന്താണ് ഇവിടെ വിദ്യാഭ്യാസ മേഖല? ഞാനിവിടെ ചോദിച്ചത് LP സ്കൂൾ കൊണ്ടുവന്നോന്നാണ്. സ്വാശ്രയ കോളേജ് കൊണ്ടുവന്ന് ഏതെങ്കിലും മുതലാളിക്ക് തീരെ ഇതിനെ കുറിച്ചിട്ടല്ല. സ്വാശ്രയ കോളേജിന് അനുമതി കൊടുത്താരാ? മലപ്പുറം ജില്ലയിൽ ഓരോ കിലോമീറ്റർ സ്വാശ്രയ കോളേജ് അനുവദിച്ചാരാ? ഈ ലീഗറല്ലേ സ്വാശ്രയ കോളേജ്? പറയട്ടെ. ഇവിടെ പറഞ്ഞു താനൂര് ഗവൺമെന്റ് കോളേജ്. ആരാ താനൂര് ഗവൺമെന്റ് കോളേജ് കൊടുത്തത്? നിങ്ങളാണോ? എന്താ അതിന്റെ പേര്? താനൂർ ഗവൺമെന്റ് കോളേജ് മുടക്കിയതാരാ? താനൂർ ഗവൺമെന്റ് കോളേജ് മുടക്കിയതാരാ? എന്താ അതിന്റെ പേര്? CH മുഹമ്മദ് കോയ മെമ്മോറിയൽ കോളേജ്. എന്താ അവിടുത്തെ സൗകര്യം? എത്രയാ? പറഞ്ഞു പറ്റിക്കരുത്. അവിടുത്തെ സൗകര്യം എന്താ ഉള്ളത്? ഞാൻ ഒറ്റ കാര്യം
സി എച്ച് മുഹമ്മദ് കോയ എന്നാ ഈ LDF പറയൂ, ആളുകള് ആ. CH മുഹമ്മദ് കോയന്റെ പേര് അവിടെ ഇടുവോ? അതന്നെ അതിന്റെ അർത്ഥം എന്താ? ഈ കോളേജ് പറ്റൂലേ? പ്ലീസ് പ്ലീസ് പറയട്ടെ അവർ ആരായിരുന്നു ആട്ടുകൂടിന് മേൽ പ്രവർത്തിച്ചത്? ഇതിന്റെ കേരള നിയമസഭയിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോ ഒരു സബ്മിഷൻ വന്നു. ആ സബ്മിഷൻ എന്താ? ഈ സംസ്ഥാനത്തെ കോളേജ് ഇല്ലാത്ത മുഴുവൻ കോളേജുകൾ മണ്ഡലങ്ങളിലും കോളേജ് കൊടുക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരി കോളേജ് കിട്ടിയത്, അതിന്റെ അടിസ്ഥാനത്തിൽ തവനൂർ കോളേജ് കിട്ടിയത്. അങ്ങനെ ആ കോളേജ് കിട്ടിയപ്പോ അവിടുത്തെ കോളേജുകളെല്ലാം ഇവിടെ ആരും കോളേജ് കൊണ്ടുവന്നത് നിങ്ങൾ ആരും ഒരു CH മുഹമ്മദ് കോയെ പോലെയുള്ള ഒരു മഹാന്റെ പേരിൽ ഒരു കോളേജ് കൊടുത്തിട്ട് ആട്ടും തൊട്ട് കൊണ്ടേ ആൾക്കാരെ ഒന്നില്ലെങ്കിൽ ആ മഹാമനുഷ്യന്റെ പേരിനെങ്കിലും നിങ്ങൾ ബഹുമാനിക്കണം. മറുപടി പറയട്ടെ. എന്നിട്ട് എന്തുണ്ടായി? 10 വർഷക്കാലം ഈ കോളേജിന് നിർമ്മാണം വൈകിപ്പിച്ചു. അവസാനം അതിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് ആര് വൈകിപ്പിച്ചു? ആര് വൈകിപ്പിച്ചു? ആര് വൈകിപ്പിച്ചു? ആരാ ഭരിക്കണത്? ആരാ വൈകിപ്പിച്ചത്? ആരാ കേസ് കൊടുത്ത്? ആരാ കേസ് കൊടുത്ത്? താനൂര് മുനിസിപ്പാലിറ്റി കേസ് കൊടുത്തോ? താനൂർ മുനിസിപ്പാലിറ്റി കേസ് കൊടുത്തോ? മുനിസിപ്പാലിറ്റി സെക്രട്ടറി സലാം കേസ് കൊടുത്തോ? കേസ് കൊടുത്തോ? കേസ് കൊടുത്തെന്നുണ്ടെങ്കിൽ ഇവര് പറയും ആരാണ് ഈ കോളേജ് മുടക്കിയത്. ഞങ്ങളൊക്കെ താനൂരിലെ സംഘടനാ പ്രവർത്തനം നടത്തൂല. താനൂരിലെ മുഴുവൻ വിദ്യാർത്ഥികളും 2021 ജൂൺ മാസം 28-ാം തീയതി താനൂർ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിലേക്ക് മാർച്ച് നടത്തി. അതിൽ SFI-ക്കാർ മാത്രമല്ല, ഉണ്ടായിരുന്നു, എല്ലാവരും നടത്തിയത്. ആ കോളേജിൽ കെട്ടിടം പണിയാൻ സാധിച്ചപ്പോ കേസ് കൊടുത്ത ആൾക്കാരാ ഈ താനൂരിലെ മുസ്ലിം ലീഗുകാര്. ഉളുപ്പ് വേണം. കുട്ടികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതില്, യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതില് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുകയല്ലേ? ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. എവിടെ എന്താ കോളേജ് സ്ഥിതി ചെയ്യുന്നത്? കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? അവിടേക്ക് സൗകര്യം ഉണ്ടോ? ഉദ്ഘാടനം മാത്രം നടത്തിയാൽ പോരാ, സൗകര്യങ്ങൾ ഒരുക്കപ്പെടുക വേണം. എന്നാലും ഇവിടെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. BJP-ക്കാരന് കൈയടിക്കാൻ താന്നൂരിലെ ലീഗരുണ്ടല്ലോ, അതിലേക്ക് സന്തോഷമുണ്ട്. അതെല്ലാവർക്കും അറിയാം. ആര് BJP-ന്റെ വോട്ട് നമുക്കിത് നമുക്ക് എല്ലാവരോടും പറയാണ്, നമ്മൾ നിർത്താൻ പോകുന്നത് അത് ഞങ്ങൾക്കറിയാം. ലോകസഭ നിയമസഭ കണക്ക് നോക്കി അറിയാം ആരാ വോട്ട്. BJP മരിച്ചോടിക്കാണ്. പ്ലീസ് BJP മരിച്ചോടിക്കാണ്. ഒന്ന് പറഞ്ഞു. നമ്മൾ ഈ പരിപാടിയുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 3 സെക്കൻഡ്, ഒരു 2 സെക്കൻഡ് വീതം എന്താണ് അവസാനമായിട്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഇവിടുത്തെ വോട്ടേഴ്സിന് പറയാണെന്ന് പറഞ്ഞിട്ടൊന്ന് നിർത്തുക. ഒരു 2 സെക്കൻഡ് എന്ന് പറയാം. 2 സെക്കൻഡ് പ്ലീസ്. ഒരു കായിക വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമായിട്ടും ഈ താനൂർ മണ്ഡലത്തിൽ സബ് ജില്ലാ കായികമേള നടത്തേണ്ടി വന്നത് തിരൂരിൽ വെച്ചിട്ടായിരുന്നു. ഈ മലപ്പുറത്തെ കായികമേള നടത്തേണ്ടി വന്നത് അത് പാലക്കാട് വെച്ചിട്ടായിരുന്നു. ഇവിടെ പട്ടറുമാൽ സ്റ്റേഡിയവും അതുപോലെ തന്നെ ഇല്ലാത്ത സിന്തറ്റിക് ട്രാക്കുകളുടെയും പേര് പറഞ്ഞ് 5 വർഷക്കാലം താനൂരിലെ ജനതയെ പുച്ഛിച്ച, പരിഹസിച്ച്, അവഗണിച്ച ഒരു ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയുള്ള വിധിയെഴുത്താകും ഈ 9-ാം തീയതി താനൂരിൽ ഒരു ചെറുപ്പക്കാരൻ ഈ താനൂരിൽ നിന്ന് തെരഞ്ഞെടുത്ത് താനൂരിന്റെ നിയമസഭയിലേക്ക് നടന്നു നീങ്ങുമെന്ന് പ്രത്യാശ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു. LDF-ന് എന്താണ് പറയുന്നത്? 60 വർഷക്കാലത്തെ മുസ്ലിം ലീഗിന്റെ വികസന മുരടിപ്പിന് അന്ത്യം വരുത്തി 10 വർഷക്കാലം കൊണ്ട് താനൂരിന്റെ മണ്ണിൽ 2134 കോടിയുടെ വികസനം നടപ്പിലാക്കിയ V. അബ്ദുറഹ്മാന്റെ നാടാണ് ഈ താനൂര്. താനൂരിൽ ഹാർബർ, ഒട്ടുംപുറത്ത് പാലം, തെയ്യാലയിൽ പാലം, താനൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തം കെട്ടിടം, ഐടെക് സ്വന്തം കെട്ടിടം, നഴ്സിംഗ് കോളേജ്, പനമ്പാലം, അങ്ങനെ റെയിൽവേ മേൽപിടിച്ച് അങ്ങനെ മുഴുവൻ വികസനവും നടപ്പിലാക്കിയ താനൂരിന്റെ മണ്ണിൽ ഈ താനൂരിന്റെ ജനങ്ങൾ ഇടതുപക്ഷത്തെ 2 വട്ടം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഫിഷറീസ് സ്കൂള്, ദേവദാരു സ്കൂള്, മങ്ങാട് സ്കൂള്, ചെറിയമുണ്ട സ്കൂള്, പൊന്മുണ്ട സ്കൂള്, അങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷം 3ാമതും ഈ മണ്ണിൽ വിജയിക്കും. ഒരു സംശയവും വേണ്ട. 5 കൊല്ലം ലീഗിന്റെ പൂതി തീരും. ഇടതിന്റെ സംസ്ഥാന ഭരണവും ലീഗിന്റെ മുനിസിപ്പാലിറ്റി ഭരണവും ഈ താനൂർ മുനിസിപ്പാലിറ്റിയിൽ ജലവിതരണം നടത്തുന്നതിന് വേണ്ടി 21 കോടി രൂപ കേന്ദ്രത്തിന്റെ അമൃത് പദ്ധതിയിലൂടെ അനുവദിക്കേണ്ടി വന്നത് എന്നത് തന്നെ ഈ 2 കൂട്ടരുടെയും പൊള്ളയായ വാദത്തിന്റെ പച്ചയായ ഉത്തമമാണ്. ഈ കാരണം എന്താന്ന് വെച്ചാൽ ജലനിധി പദ്ധതിയില് നമ്മുടെ അമൃത് പദ്ധതിയിലൂടെയാണ് താനൂർ നഗരസഭയിൽ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പൈപ്പ്.
നമ്മളെ ഈ ചർച്ചകൾ അവസാനിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ഒരു പറ്റി പ്ലീസ് തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് അവസാനമില്ല, അത് നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചർച്ചയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.